നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലായി. എന്നാ ഒന്ന് നീ മനസ്സിലാക്കിക്കോ, ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ചിലപ്പോൾ ബന്ധുക്കളുണ്ടാവും. നിന്റെ കയ്യിൽ നിന്ന് പ്രിയെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്ത നിമിഷം മുതൽ ഇത് നീയും ഞാനും തമ്മിലുള്ള കളിയായി മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? യുദ്ധമിനി നമ്മൾ തമ്മിലാ. നിങ്ങൾ കാര്യവരെ സംസാരിക്കരുത്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം സത്യമാണ്. ഞാൻ ഉപേക്ഷിച്ച അവള് ജീവനോടിരിക്കില്ല. അപ്പൊ നിന്റെ ഭാര്യ ഒരു സപത്നിയെ സ്വീകരിക്കാൻ അവൾക്ക് സമ്മതമാണോ? വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് ഞാൻ തന്നെ അത് ചോദിക്കാം. എന്നിട്ട് നിന്റെ ഭാര്യ സമ്മതിച്ചാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം. നിങ്ങൾ എന്റെ കുടുംബം നശിപ്പിക്കരുത്. അപ്പോ നിനക്ക് സ്വന്തം കുടുംബവും ഭാര്യയും വേണം. നീ കാരണം നശിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഈ കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. അവളെ നിന്റെ ചതിയിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തത് ഈ DK. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. അതല്ല ഒരു മത്സരത്തിനാണ് നീ മുതിരുന്നതെങ്കിൽ ഒന്ന് നീ അറിയണം. I am the boss. നിന്റെ നായാട്ട് കമ്പത്തിന് ചൂട്ടുപിടിപ്പിക്കാൻ ഇനി അവളെ തേടി വന്നാൽ ഈ DK ആരാണെന്ന് നീ അറിയും. അതല്ല ഒരു മത്സരത്തിനാണ് നീ മുതിരുന്നതെങ്കിൽ ഒന്ന് നീ അറിയണം. I am the boss. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ ചീട്ടും കളിച്ചിരുന്നു. ഒടുവിൽ കാലിനടിയിൽ മണ്ണൊലിച്ചു പോകുമ്പോഴേ കാര്യം മനസ്സിലാവും. എന്തോന്ന്? ആരുടെ മണ്ണാ ഒലിച്ചു പോയത്? മായച്ചി, ദേ അത് നിർത്തിയിട്ട് ഇതൊന്ന് നോക്കേ. എന്താടി? നോക്ക്. ഈശ്വര, ഇതെപ്പോ സംഭവിച്ചു? ഇയാൾക്ക് നാണമില്ലേ ആ പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ? അയ്യേ, അതെ, ഇങ്ങനെ പോയാലേ അവൾ ഈ വീട്ടിൽ കയറി മഹാറാണിയായിട്ട് വാഴും. ഒടുവിൽ നമ്മളെയൊക്കെ അടിമകളാക്കി ഭരിക്കുകയും ചെയ്യും. DK വിവാഹം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിങ്ങളല്ലേ? പിന്നെന്തിനാ ഈ ഫോട്ടോ കണ്ട് അസൂയപ്പെടുന്നത്? വിശക്കുന്നു കരുതി വിഷം വാരി കഴിക്കേണ്ട ആവശ്യമുണ്ടോ ശ്രീ? DKയും ഈ വീടിനെ അപമാനിച്ചവളാ അവള്. അവളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അമരാവതിയിലെ സിംഹത്തിന് പ്രേമം തോന്നിയ പിന്നെ എന്ത് ചെയ്യാന്? ഓ, നിർത്ത്. പ്രേമം പോലും അമരാവതിയുടെ പടി കടന്നു വരാൻ ഇവളെ ഞാൻ അനുവദിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അവളുടെ കൈ പിടിച്ചിരിക്കുന്ന DK ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് മാത്രമേ ഈ വീട്ടിൽ നടക്കൂ. അതിനു മുൻപ് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങിയിരിക്കും.
മായച്ചി എന്താ പറഞ്ഞത്? അതെ, അവളും ഞാനും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ വാഴില്ല. DKയുടെ ഭാര്യയായി അവൾ ഈ വീടിന്റെ പടി കടന്നു വന്നാ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല ശ്രീയേട്ടാ. വെറും വാക്ക് പറയുന്നവളല്ല ഞാൻ. ശ്രീയേട്ടന് പറ്റൂ ഈ വീട് വിട്ട് എന്നോടൊപ്പം വരാൻ? വീട് വിട്ടു വരാനോ? ഭ്രാന്ത് പറയല്ലേ മായ. DKയുടെ കല്യാണം നടത്താൻ കച്ചമുറുക്കി ആദ്യം ഇറങ്ങി വരാ നിങ്ങൾ 3 പേരും. അതിന് അപമാനം സഹിച്ച് അടിമയെ പോലെ ഞാൻ അവളുടെ മുന്നിൽ ഇവിടെ ജീവിക്കണോ? എന്നെ കൊണ്ടതിന് പറ്റില്ല ശ്രീയേട്ടാ. ഗോകുല DKയോട് സംസാരിക്കണം. ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നമുക്കാർക്ക് സമ്മതമല്ലെന്ന് പറയണം. അതിന് അവളെയാണ് കെട്ടുന്നതെന്ന് DK ആരോടെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. എന്തിനാ പറയുന്നത്? ഇത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? ഗോകുലെ, നീ തന്നെ സംസാരിക്കണം. ഒരിക്കൽ സംസാരിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നിങ്ങളെല്ലാം കൂടി അന്ന് തന്നെ വലിച്ചു കയറിയത് ഞാൻ മറന്നിട്ടില്ല. ഇനിയൊക്കെ നിങ്ങളെല്ലാം കൂടി നേരിട്ടങ്ങ് പറഞ്ഞാ മതി. ദേ, ഒരു കാര്യം ഞാൻ പറയാം. വെറുതെ എടുത്തിയാടി അവനവന്റെ നിലയും വിലയും കളയരുത്. ചിത്രേ, നിനക്ക് ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? ആരും നിനക്ക് ഇത് അയച്ചെന്നേ? ആരയച്ചു കൊടുത്തല്ല എന്താ? കാര്യം മനസ്സിലായ പോരെ? പോരാ, ഈ ചിത്രം അയച്ചു കൊടുത്ത ആളുടെ ഉദ്ദേശശുദ്ധി കൂടി അറിയണം. പറ ചിത്രേ, ആരാ നിനക്ക് ഇത് അയച്ചെന്നത്? അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയാ. ശ്രീയേട്ട, DK അവളുടെ വീട്ടിൽ വെച്ച് അപമാനിച്ചത് ശ്രീയേട്ടന്റെ ഭാര്യയാ. അത് മാത്രമല്ലല്ലോ, ഈ വീടിനകത്ത് വന്ന് മായേട്ടത്തേക്ക് നേരെ അവള് കൈ ഉയർത്തിയത് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നതല്ല ഞാൻ സമ്മതിക്കാം. പക്ഷേ DK കണ്ടെത്തിയ കുട്ടി ഇവളാണെന്ന് എന്താ ഉറപ്പ്? മായ അപമാനിക്കപ്പെട്ടത് ഇവൾ അവരോട് തെറ്റ് ചെയ്തിട്ടാ. അതിനാ DK നിന്നെ കൊണ്ട് അവരോട് ക്ഷമ പറയിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ പറയും, DK ഒരു കാര്യം തീരുമാനിച്ച പിന്നെ ഞാൻ അതിനൊപ്പം മാത്രമേ നിൽക്കുള്ളൂ. സ്വന്തം ഭാര്യക്കാളും വലുതാ ശ്രീയേട്ടന് DKയോടുള്ള സ്നേഹം. ഇത് അനുവദിച്ചു കൊടുക്കരുത് മായച്ചി. ശ്രീയേട്ടനെ മെരുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. അല്ല, ഈ പറയുന്നതിലും കാര്യമുണ്ട്. എന്താ? അല്ല, ഇല്ലാതില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. DK നമ്മളോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ ബാലു ഇതിനർത്ഥം? നോക്ക്, എത്ര കാര്യമായിട്ടാ രണ്ടുപേരും കൂടെ കൈപിടിച്ച് നിൽക്കുന്നെ. ഇതങ്ങനെ വെറുതെ കൈപിടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ സത്യം അറിയാൻ എന്താ ഇപ്പൊ ഒരു വഴി? വഴിയൊക്കെ എന്റെ മുന്നിലുണ്ട് ഗോകുൽ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അത് കണ്ടുപിടിക്കാൻ ഏത് വാതിൽ തുറക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വീണ്ടും എന്തെങ്കിലും ഉടായിപ്പോയിട്ടാണോ? ആ, ഇതാര്? ഒരു മുന്നറിയിപ്പില്ലാത്ത ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അല്ല, എസ്കോർട്ടിന് പോലീസ് ഒന്നുമില്ലേ? നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഞാൻ വന്നത്. അമരാവതിയിൽ നടക്കാൻ പോകുന്ന നാടകത്തിന് പിന്നിലെ സൂത്രക്കാരി നീയാണോ? DKയും നീയും തമ്മില് ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോന്ന്? നീ DKയെ കണ്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പറയടി, നീ എന്താ DKയോട് സംസാരിച്ചത്? ഈശ്വര, സംസാരിച്ചത് എന്താന്ന് ഇവരോട് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞ പ്രിയയുടെ കാര്യങ്ങളെല്ലാം ഇവരറിയും.
ചോദിച്ചത് കേട്ടില്ലേ നീയും DKയും തമ്മിലുള്ള ഇടപാട് എന്താന്ന്? ഞങ്ങള് തമ്മിൽ പല ഇടപാടും കാണും. അത് ചോദിക്കാൻ മരുമകൾക്ക് എന്താണാവോ അവകാശം? അല്ലെങ്കിൽ തന്നെ അയാളോട് എനിക്ക് സംസാരിക്കാൻ നിന്റെ അനുവാദം എന്തിനാ? അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള രഹസ്യമാണ്. കള്ളത്തരം കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയതും പോരാഞ്ഞ് പിന്നെയും DKക്ക് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? ഓ അത് കൊള്ളാം. അപ്പോ രഹസ്യങ്ങൾ അറിയാൻ വന്നതാണല്ലേ? അല്ല, അതറിയാൻ എന്തിന് ഇവിടെ വരെ വന്നത്? അത് ഹിറ്റ്ലറോട് തന്നെ ചോദിച്ച പോരായിരുന്നോ? അയാളാകുമ്പോ നല്ല വിശദമായിട്ട് എന്നെ പറഞ്ഞു തരുമായിരുന്നു. DKയോട് എന്ത് ചോദിക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്നോട് ചോദിച്ചതിന് മാത്രം നീ മറുപടി പറഞ്ഞാ മതി. ഹലോ, ഇതേ എന്റെ വീടാ. ഇവിടെ വലിഞ്ഞേറി വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും നീ ശ്രമിക്കണ്ട. എനിക്കുത്തരം കിട്ടിയേ തീരൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പറയാം. അമ്പലത്തിൽ തൊഴാൻ ചെന്നപ്പോഴാ അയാൾ എന്റെ പിന്നാലെ വന്നത്. എന്താ പറഞ്ഞത്? DK നിന്റെ പിന്നാലെ വന്നെന്നോ? പിന്നെ അല്ലാതെ അയാളുടെ പിന്നാലെ പോവാൻ എനിക്കെന്താ വല്ല ഭ്രാന്തമുണ്ടോ? അയാൾ എന്റെ പിന്നാലെ തന്നെയാ വന്നത്. എന്തിന്? അയാൾക്ക് എന്റെ കാല് പിടിച്ച് ക്ഷമ പറയണം പോലും. സംഭവിച്ചതൊക്കെ നിങ്ങളുടെ 3 മരുമക്കളുടെ മണ്ടത്തരം കാരണമാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി. അയാൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ കാല് പിടിക്കാനൊന്നും ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു പുരുഷനല്ലേ, എന്നേക്കാൾ പ്രായം കൂടിയ ആളുവാ. അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. അയാൾ അങ്ങ് പോവുകയും ചെയ്തു. ഇനി എന്താണാവോ മാഡത്തിന് അറിയേണ്ടത്? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ വിശദമായിട്ട് അറിയാൻ വേറൊരു വഴിയുണ്ട്. എന്താ, നിന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കാനാണോ? വിളിക്ക്, അവരെയും വിളിക്ക്. അവരും കൂടെ അറിയട്ടെ നീയും DKയും തമ്മിലുള്ള രഹസ്യ ഇടപാട് എന്താണെന്ന്. പരസ്യമായിട്ട് DK ചീത്ത പറയുന്നു, രഹസ്യമായിട്ട് നീ DKയെ കാണാൻ ചെല്ലുന്നു. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് ഈശ്വര, ആരെങ്കിലും വന്ന ആകെ കുഴപ്പവും. ഞാനിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. അപ്പോ എല്ലാവരെയും കണ്ട് വിശദമായിട്ട് അറിഞ്ഞിട്ട് മാഡം ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. മാഡത്തിന്റെ സംശയം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു തരാം. ഒരു കാര്യം ചെയ്യാം, സാക്ഷാൽ DK തന്നെ വിളിക്കാം. നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി കേട്ടാ. ഞാൻ ഇവിടെ വന്നത് DK അറിഞ്ഞാ പിന്നെ അതിന് ഇവരോട് സോറി പറയേണ്ടി വരും. നീ ഇപ്പൊ എന്ത് ചെയ്യും? ആ, ബെല്ലടിക്കുന്നുണ്ട്, ഇപ്പൊ ചോദിക്കാം. ഒന്ന് എടുക്ക് DK. എന്താ ചോദിക്കുന്നില്ലേ? ഒയ്യോ, പേടിച്ചു പോയോ? കള്ളം പറയാനുള്ള നിന്റെ മിടുക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം ഞാൻ തിരിച്ചു പോവാ. DKയ്ക്കും നിനക്കും ഇടയിലുള്ള രഹസ്യം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിന്റെ ഈ അഹങ്കാരത്തിനുള്ള മറുപടി അപ്പൊ ഞാൻ തന്നോളാം. അയ്യോ, അല്ല, പോവാണോ? അയ്യോ, നിക്ക്. DKയോട് സംസാരിച്ചിട്ട് പോയാ മതി. അവൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. ഇവള് വന്നതെങ്ങാനും DK അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പൊക്ക മോളെ. അല്ല,
ഡീക്കയോട് ഇത് പറയണം. വേണ്ട, പറഞ്ഞ പിന്നെ അത് അതിനേക്കാൾ വലിയ പുലിവാലാവും. ഇപ്പൊ പ്രിയയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അതൊന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഹലോ, ആരാ? ഹലോ, DK അല്ലേ സംസാരിക്കുന്നത്? അതെ, നിങ്ങളാരാ? ഇത് കേരള ടൈംസിൽ നിന്നാ, ഓൺലൈൻ മീഡിയ. എന്താ കാര്യം? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടറായി ഉടക്കിയെന്ന് കേട്ടല്ലോ. എന്താ പ്രശ്നം? ആര് പറഞ്ഞു? മീഡിയ അല്ലേ സാറേ, അതൊക്കെ മണത്തറിയും. പറയൂ സാർ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അവനെ ഒരു വിരുന്നിന് വിളിക്കാൻ പോയതാ. ലോ, വെച്ചിട്ട് പോടോ. ഹിറ്റ്ലർ, അതെ അതെ അതെ, ഒന്ന് നിന്നേ. അതെ, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്തായി? വല്ലതും നടക്കുവോ? അതറിയാനാണോ ഇങ്ങനെ വഴി തടഞ്ഞ് എന്റെ കാറിൽ കടന്നു കയറി ഷോ ഓഫ് കാണിക്കുന്നു? അയ്യോ, ഞാൻ ഷോ ഓഫ് കാണിക്കാൻ വന്നതല്ല, എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ വന്നതാ. ഈ ഒരു ചെറിയ കാര്യം പരിഹരിക്കാൻ നിങ്ങൾ എന്തിനാ ഇത്രയും സമയം എടുക്കുന്നത്? ഇപ്പൊ തന്നെ അറിയണോ? അറിയണം. എങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഇട്. എടി, സീറ്റ് ബെൽറ്റ് ഇടാൻ. സീറ്റ് ബെൽറ്റോ? അതെന്തിനാ? പറഞ്ഞത് അനുസരിക്കേ. ആ, ഇനി പറ, എന്താ? എന്റെ അമ്മ, നിങ്ങളെന്താ എന്നെ തട്ടിക്കൊണ്ടുപോവാണോ? ആണെങ്കിൽ എന്നല്ലേ നേരെ അമരാവതിയിലേക്ക് തന്നെ വിടും. എന്തിന്? അവിടെ ആകുമ്പോ എനിക്ക് ചോദിക്കാനുള്ളത് അവരും കൂടി ഒന്ന് കേൾക്കുമല്ലോ. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്ത് വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. ഹലോ, നിങ്ങൾ എന്തൊരു മണ്ടന. എന്റെ മാത്രല്ല, ഈ ലോകത്ത് ആരുടെയും നാക്കിന് എല്ലില്ല. സംശയമാണെങ്കിൽ നോക്കിക്കോ. ഓരോ കണ്ടുപിടുത്തവും കൊണ്ട് വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് അവിടെ മിണ്ടായിരിക്കും. അതെ, എനിക്കിവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ പ്രശ്നം. അയാളെ നിങ്ങൾ കണ്ടായിരുന്നോ? ആ പോലീസുകാരന്. ആ ദുഷ്ടൻ എന്തു പറഞ്ഞു? ഇനിയും അയാളെന്റെ അനിയത്തെ ശല്യപ്പെടുത്താൻ പിന്നാലെ വരുവോ? ഹലോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഒന്ന് വായ അടച്ചാലല്ലേ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റൂ. കാറിൽ കയറിയ സമയം മുതൽ ചറ പറാന്ന് നീ തന്നെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ മറുപടി പറയും? അതെ, ടെൻഷൻ കാരണം എന്റെ നെഞ്ചൊക്കെ അങ്ങ് കിടന്ന് ഇടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചറപറാന്ന് സംസാരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മാനം പോകുന്ന കാര്യം കൂടിയത്. അതുകൊണ്ടാ ഞാനിങ്ങനെ നിങ്ങളുടെ പിന്നാലെ സഹായത്തിനായി കെഞ്ചി വരുന്നു. എന്നോടുള്ള ദേഷ്യം നിങ്ങൾ ഈ കാര്യത്തിൽ ദയവ് ചെയ്ത് കാണിക്കരുത്. എനിക്ക് സഹായം ചോദിക്കാൻ വേറെ ആരും ഇല്ലാഞ്ഞിട്ട. എനിക്ക് പേടിയാ. എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. നീ കരച്ചിൽ നിർത്ത്. കരച്ചിൽ നിർത്താൻ. ആ മുഖം തുടക്കേ. നീ സഹായം ചോദിച്ചത് DKയോടാ. അതോടെ നിന്റെ ജോലി കഴിഞ്ഞു. അവന്റെ കാര്യം ഓർത്ത് നീ ഇനി ടെൻഷൻ അടിക്കണ്ട. അവന്റെ ശല്യം തീർക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. എന്ന് പറഞ്ഞ അവൻ ഇനി നിന്റെ അനിയത്തെ തേടി വരില്ല. പോരെ? അയാള് പോലീസാ. ഞാൻ DK.
അതുകൊണ്ട് ഒരു കാര്യം ഒന്നിലധികം തവണ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വാക്കുകളല്ല, പ്രവൃത്തിയാണ് എനിക്കിഷ്ടം. അവന്റെ ശല്യം ഉണ്ടാവില്ല. ഇതിപ്പോ നിന്റെ അനിയത്തിയുടെ പ്രശ്നം മാത്രമല്ല, ഡികെയും അവനും തമ്മിലുള്ള കളിയാ. അവന് ഞാനൊരു ഡിന്നർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്.